യു ഡി എഫും മുസ്ലിം ലീഗും പറയുന്നത് ഇത്തരത്തിൽ ജനകീയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി കിഫ്ബിയൊക്കെ ഉപയോഗിച്ച് വലിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോഴും ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള 3 സീറ്റ് കൂടി പിടിച്ചെടുക്കും, മലപ്പുറത്ത് 16 സീറ്റിലും വിജയിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. അതവരുടെ വ്യാമോഹം മാത്രമാണ്. അവരെ അതിലേക്ക് നയിക്കുന്നതിനുള്ള ആത്മവിശ്വാസമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. അവർ യോജിക്കാൻ പാടില്ലാത്ത RSS ഉയർത്തുന്ന മതരാഷ്ട്രത്തിന് ബദലായി മറ്റൊരു മതരാഷ്ട്രം ഉയർത്തുന്ന ശക്തികളുമായിട്ടാണ് അവർ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനും ഈ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് ഈ രാജ്യത്തിനകത്തുള്ള സാമുദായിക മതപണ്ഡിതന്മാർ തിരിച്ചറിയുകയും തുറന്ന്, ഞങ്ങൾ മാത്രമല്ല, ഇവരെടുക്കുന്ന നിലപാട് അപകടകരമാണ്, ആത്മഹത്യാപരമാണ് എന്നുള്ളത് അവരുൾപ്പെടെ ഇവിടെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആ തിരിച്ചറിവ് മലപ്പുറം ജില്ലയ്ക്കകത്തും കേരളത്തിലെ മതനിരപേക്ഷ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ആളുകൾക്കുണ്ടാവും. പ്രത്യേകിച്ച് മലപ്പുറം ജില്ല മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പാരമ്പര്യമാണ് എന്നും ഉയർത്തിയിട്ടുള്ളത്. ആ മതനിരപേക്ഷ പാരമ്പര്യത്തെ വിള്ളലുണ്ടാക്കാൻ ഒരു ശക്തികളെയും അനുവദിക്കില്ല എന്നുള്ളത് ഈ ജില്ലയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കും. ഈ സുന്നി സംഘടനകളുടെയൊക്കെ വോട്ട് പതിവിലും വിപരീതമായി കൂടുതലായി LDF-ലേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത്. സുന്നികളത് മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളെയുമാണ് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. അതാണ് മതനിരപേക്ഷ രാഷ്ട്രീയം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. രാജ്യത്ത് ഇന്ന് ഉയർന്നു വരുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ ആ മതനിരപേക്ഷ രാഷ്ട്രീയമാണ് ശക്തിപ്പെടുത്തേണ്ടത്. കേരളത്തിലേക്ക് എന്തുകൊണ്ട് ഇവർക്ക് വരാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവിടെ മതരാഷ്ട്രീയവാദമല്ല ഉള്ളത്. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് ഊന്നലുണ്ട്, അതിൻ്റെ അടിത്തറയുണ്ട്. ആ അടിത്തറ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് കാത്തു സൂക്ഷിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കുണ്ട്. പിന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് LDF അല്ലെങ്കിൽ CPM ഒക്കെ ഒരു സ്വതന്ത്ര പരീക്ഷണങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പരീക്ഷിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ വർഷവും ആ രീതിയിൽ തന്നെ ആയിരിക്കും? പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ കൂടുതൽ വരാനുള്ള സാധ്യതകളുണ്ടോ? ആ കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ മാത്രമല്ല, 57 പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുമ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമായിരുന്നില്ല. മുണ്ടശ്ശേരി മാഷെ പോലെ, കൃഷ്ണയ്യരെ പോലെ ഉള്ള സ്വതന്ത്രർ, അതിപ്രഗത്ഭരായ, രാജ്യമാകെ അംഗീകരിക്കുന്ന അതിപ്രഗത്ഭരായ ആളുകളെ കൂടി അണിനിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. കാരണം അവരുടെ എല്ലാവരുടെയും സേവനം ഈ ജനാധിപത്യ പ്രക്രിയയിൽ നാടിന്, ജനങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അത് ഞങ്ങൾ എക്കാലത്തും തുറന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച ഇവിടെയുണ്ടാവും. ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത്തരം വിഭാഗം ആളുകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. അത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇത്തരം ആളുകളുമായിട്ടുള്ള സഹകരണത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രഗത്ഭരായ സമൂഹത്തിൽ പ്രയോജനപ്പെടുത്തേണ്ട എല്ലാ ആളുകളെയും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തും. ഈ മറ്റൊന്ന് സിറ്റിംഗ് സീറ്റായിട്ടുള്ള തവനൂരും പൊന്നാനിയിലുമൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളിൽ അമർഷം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. തവനൂരിൽ കെ ടി ജലീൽ വേണ്ടാവെന്ന് പറഞ്ഞു, പിന്നീട് അദ്ദേഹം വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പൊന്നാനിയിൽ MK സക്കീറിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നു എന്ന് പറയുന്നു. അവിടെയൊക്കെ ഒരു ചില പൊട്ടിത്തെറികളോ അല്ലെങ്കിൽ അമർഷമോ ഉള്ളൊരു വിഷയം നിലനിൽക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. കാരണം പാർട്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങൾ, അത്തരം ഊഹാപോഹങ്ങൾക്കൊന്നും സ്ഥാനം ഉണ്ടാവില്ല. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരിക്കാം. പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരെയാണോ പ്രഖ്യാപിക്കുന്നത് അവർക്ക് പിന്നിൽ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ അണിനിരക്കും, അവരെ വിജയിപ്പിക്കും. മുൻവർഷത്തേക്കാൾ കൂടുതൽ സീറ്റ് LDF-ന് മലപ്പുറത്തു നിന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഈ നാടിൻ്റെ മതനിരപേക്ഷ നന്മയെ നിലനിർത്താൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറം ഉൾപ്പെടെ
ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം അണിനിരന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാകൂ എന്ന തിരിച്ചറിവ് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് പതിവിന് വിപരീതമായി ഒരു നല്ല മുന്നേറ്റം, മാറ്റം മലപ്പുറത്തും പ്രകടമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ ജനകീയ പ്രവർത്തനങ്ങൾ, കിഫ്ബി ഫണ്ട് ഉൾപ്പെടെയുള്ള ഉപയോഗിച്ച് നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ചില മണ്ഡലങ്ങളുണ്ട് എന്ന് പറയുന്ന വിഭാഗീയത അത് നിലനിൽക്കുന്നതല്ല. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് എല്ലാ ഇടതുപക്ഷ പ്രവർത്തകരും ആ സ്ഥാനാർത്ഥിക്ക് പിന്നിൽ അണിനിരക്കും എന്നുകൂടിയാണ് CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ വ്യക്തമാക്കുന്നത്. മുഹമ്മദ് അഷക്കിനൊപ്പം ഗൂഗിൾ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.